റഡാറിൽ സംഭവസ്ഥലത്ത് നിന്ന് സിഗ്നൽ ലഭിച്ചിട്ടുണ്ടെന്ന് NIT വിദ്യാർത്ഥി നീൽ മീഡിയ വണിനോട്. ലോറിയുടെ സിഗ്നലാണോ ഇതെന്ന് ഉറപ്പിക്കാനാവില്ല. സ്ഥലം വിശദമായി പരിശോധിക്കുന്നുണ്ടെന്നും നീൽ മീഡിയ വണിനോട് പറഞ്ഞു. അപകടം നടന്ന സ്ഥലത്ത് NIT വിദ്യാർത്ഥികളും റിസർച്ച് അധ്യാപകരും റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തി. നമ്മൾ ഈ പരിശോധനയിൽ നിന്ന് എന്തൊക്കെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത്? നമ്മൾ ഈ റഡാർ യൂസ് ചെയ്യുന്നത് മെയിൻലി അണ്ടർ വാട്ടർ പൈപ്പൊക്കെ സർവേ ചെയ്യാനാണ്. അപ്പോൾ യൂണിഫോം സോയിലാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് റീഡിംഗ് കിട്ടി നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഭയങ്കര നോൺ യൂണിഫോം ആയിട്ടുള്ള സോയിലാണ്. റോക്ക് ഉണ്ട്, വാട്ടർ കണ്ടന്റ് ഉണ്ട്, എയർ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് റീഡിങ്സ് കിട്ടിയേക്കാം. പക്ഷെ നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു വെഹിക്കിളിന്റെ പ്രൊഫൈൽ, അതായത് ഒരു വെഹിക്കിളിന്റെ ഒരു ഡയമെൻഷൻ ഉണ്ടല്ലോ, ആ ഒരു ഏരിയയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് റീഡിംഗ് കിട്ടിയാൽ നമുക്ക് ഏകദേശം ഉറപ്പ് പറയാം. അല്ലാതെ നമുക്ക് ഇവിടെ കിട്ടുന്ന റീഡിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഈ മെഷീൻ വെച്ച്. ഇതിൽ സിഗ്നൽ നിങ്ങൾക്ക് ലഭിച്ചു, പക്ഷെ അതൊരു ലോറിയുടേതാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു സിഗ്നൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ചുകൂടെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ കുറച്ചുകൂടെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെയെങ്കിലും വെഹിക്കിളിന്റെ പ്രൊഫൈലിൽ റീഡിംഗ് കിട്ടിയാൽ അവിടെ നമ്മൾ പ്രയോറിറ്റി ആയിട്ട് കുഴിച്ച് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്കിവിടെ റീഡിംഗ് കൃത്യമായി ലഭിക്കാതിരിക്കാനുള്ള ഒരു തടസ്സമാവുന്നത് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, ഈ മെഷീൻ അവിടെ ചെയ്തിട്ട് ഇതിങ്ങനെ റൺ ചെയ്യണം, ആ വീൽ വെച്ച് റൺ ചെയ്യണം, എങ്കിലേ പ്രൊഫൈലിലുള്ള ഡിഫറൻസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ടെറൈൻ ഒരു വിഷയമാണ്. പിന്നെ സോയിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സോയിലാണ്, ഭയങ്കര ലൂസ് സോയിലാണ്. അപ്പോൾ നമ്മൾ അവിടെ സ്റ്റെപ്പ് ചെയ്താൽ തന്നെ താഴേക്ക് പോകും. അതുകൊണ്ട് ഇത് അവിടെ കൊണ്ടുചെല്ലാനും മൂവ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മൾ പറ്റുന്ന പോലെ അത് ട്രൈ ആക്കി. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സോയിലിന്റെ നോൺ യൂണിഫോമിറ്റി, റോക്ക് ഉണ്ട്, എയർ ഗ്യാപ്പ് ഉണ്ട്, ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉണ്ട്. അത് ഭയങ്കരമായിട്ട് ഇതിനെ അഫക്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമുക്കിപ്പോ ഇതിന്റെ ഒരു കാര്യത്തിൽ അതാണ് ഇപ്പൊ ബുദ്ധിമുട്ട്. നമുക്ക് അടുത്ത ഘട്ടത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇല്ല, നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ നമ്മൾ ഇത് കൊണ്ടുവരുന്നു, ടെസ്റ്റ് ചെയ്യുന്നു. അവര് മണ്ണ് മാറ്റുന്നതിനനുസരിച്ച് ടെസ്റ്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ സിഗ്നൽ ലഭിക്കുന്നുണ്ട്. പക്ഷെ അതൊരു വാഹനത്തിന്റെ സിഗ്നലാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം ഒരു വാഹനത്തിന്റെ വലിപ്പത്തിനത്രയും സ്ഥലത്ത് സിഗ്നൽ ലഭിച്ചാൽ മാത്രമേ അത് ഒരു വാഹനത്തിന്റേതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ, സ്ഥിരീകരിക്കാൻ കഴിയൂ. അങ്ങനെ ഇവിടുത്തെ ജലാംശം, അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രകൃതിയുടെ ഒരു പ്രത്യേകതകളൊക്കെ കാരണം വളരെ ചളി നിറഞ്ഞ പ്രദേശമാണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ ഒരു റഡാർ സിഗ്നൽ ലഭിക്കുന്നില്ല. ഇപ്പോൾ ഇനി അടുത്ത ഘട്ടത്തിൽ ഇവിടെയുള്ള മണ്ണ് നിരപ്പാക്കി അതിനുശേഷം ഒന്നുകൂടി പരിശോധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പം ലഭിച്ചിരിക്കുന്ന സിഗ്നലുകൾ ഒരു വാഹനത്തിന്റേതാണ് എന്ന് സ്ഥിരീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് NIT വിദ്യാർത്ഥികളും റിസർച്ച് അധ്യാപകരും ഒക്കെ സൂചിപ്പിക്കുന്നത്.